ഹായ് ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിപ്പട്ടം വീഡിയോയുടെ താഴെ ഇപ്പോഴും വരുന്ന കമൻസ് ആണ്. ചേച്ചി നെറ്റിപ്പട്ടം മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക, ഷോപ്പിൻ്റെ അഡ്രസ്സ് ഉണ്ടോ, ഓൺലൈനായിട്ട് കിട്ടുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. ഞാൻ രണ്ടാമതൊരു വീഡിയോ ഒരു 4 വീഡിയോസ് തന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ മാത്രം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഫോൺ നമ്പറും മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതിൻ്റെ കുറച്ച് ഷോപ്സിൻ്റെയൊക്കെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും വരുന്ന കമൻസ് അത് തന്നെയാണ് കൂടുതൽ. ഓൺലൈനായിട്ട് കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് പോണത് നെറ്റിപ്പട്ടം മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് മെറ്റീരിയൽസ് എടുക്കാറ്. അപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നിട്ട് ഒരുപാട് നാളായി. ഞാൻ കുറേ ഓർഡറായി ക്യാൻസൽ ചെയ്യണം, മെറ്റീരിയൽ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ വരാൻ ഒത്തിരി ലേറ്റ് ആയല്ലോ, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും വന്നേക്കാണ്. അപ്പോൾ ഞാൻ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി പോവാണ്. തൃശ്ശൂരാണ് ഫെജി ഷോപ്പ് ഉള്ളത്. അപ്പോൾ അതിൽ നെറ്റിപ്പട്ടം മെറ്റീരിയൽസ് മാത്രമല്ല, ഫെജി ഷോപ്പ് എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഒരു കലവറയാണ്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അറിയില്ല, അവർ സമ്മതിക്കുമോ എന്നുള്ളത് അറിയില്ല. ഫെജി ഷോപ്പ് ഒത്തിരി തിരക്കുള്ള കടയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് തിരക്ക് കുറവാണോ, ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഓൺലൈനായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് കിട്ടുക എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ തൃശ്ശൂർ ടൗണിലാണ് ഫെജി ഷോപ്പ് ഉള്ളത്. തൃശ്ശൂർക്കാർക്കൊക്കെ ഒരുവിധം അറിയായിരിക്കും. ക്രാഫ്റ്റ് മെറ്റീരിയലൊക്കെ വാങ്ങിക്കുന്ന തൃശ്ശൂരിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഫെജി ഷോപ്പ്. മാത്യൂസ് ടവറിലാണ് ഫെജി ഷോപ്പ് ഉള്ളത്. തൃശ്ശൂരിന് പുറത്തുള്ളവർക്കായിരിക്കും കൂടുതൽ ഡൗട്ട്. നിങ്ങൾ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ വന്നിട്ട് ഒരു ഓട്ടോ വിളിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം മാത്യൂസ് ടവർ എന്ന് പറഞ്ഞാൽ മതി. അല്ല, ഫെജി ഷോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുവിധം ഫേമസ് ആണ് ഫെജി ഷോപ്പ്. അവിടെ തന്നെ കൊണ്ടാക്കും. പക്ഷേ ചെറിയ ചെറിയ ഇടുക്ക് വഴികളാണ്. എല്ലാ മാർക്കറ്റും അങ്ങനെ ആയിരിക്കുമല്ലോ. എല്ലാ എന്താ പറയുക, ടൗണിലുള്ള മാർക്കറ്റുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ ഗല്ലികളായിരിക്കും. അതിൻ്റെ ഇതിലേ പോയി ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പോക്കറ്റ് റോഡുകളുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് ചോദിച്ച് തന്നെ വേണം പോവാൻ. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട്, ഞാൻ ഗൂഗിൾ മാപ്പ് കിട്ടുവാണെങ്കിൽ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഫുൾ അഡ്രസ്സും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫെജി ഷോപ്പ് കാണാം. ഞാനിപ്പോൾ തൃശ്ശൂർ പാവറട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണത് പറപ്പൂര്, അമല, പൂങ്കുന്നം വഴി തൃശ്ശൂർ, അങ്ങനെയാണ് ഞങ്ങൾ പോവുക. അപ്പോൾ കുറേ നാളായി തൃശ്ശൂരൊക്കെ വന്നിട്ട് ഷോപ്പിങ്ങിന് പോയിട്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ തവണ നാട്ടിൽ വരുമ്പോഴും ഞാനും ചേച്ചിയും കൂടെ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങും ഷോപ്പിങ്ങിന്. അതുപോലെ ഫെജി, അങ്ങനെ TCR ഫാഷനിൽ മെറ്റീരിയൽസ് ഒക്കെ, അവിടെ നല്ല മെറ്റീരിയൽസ് ഒക്കെ കിട്ടും വിലക്കുറവില്ല. അപ്പോൾ അവിടെ നിന്നാണ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഫുള്ള് കറങ്ങാറുണ്ട്. ഇത്തവണ അതൊന്നും പറ്റിയില്ല. പിള്ളേരെ വീട്ടിലാക്കിയിട്ട് ഞാനായിട്ട് മാത്രമാണ് ഇറങ്ങിയത് കേട്ടോ. പിള്ളേരുടെ കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ HNCയിലൊക്കെ പോയി ഒരുവിധം കറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫെജിയിലേക്ക് എത്തണത് കേട്ടോ. കുറേ നാളായി ഇതിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് തൃശ്ശൂർ കറങ്ങാൻ. അങ്ങനെ നമ്മൾ ഒരുവിധം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞൊരു പകുതി കറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫെജിയിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫെജി ഏജൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് എൻട്രി റോഡ്. ഇതേ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഫെജിയുടെ ഫ്രണ്ട് സൈഡ്. മാത്യൂസ് ടവർ കണ്ടോ, മാത്യൂസ് ടവർ ആണ് ഫെജി ഏജൻസീസ് ഉള്ളത്. അപ്പം ഇങ്ങനെയാണ് ഫെജി ഏജൻസീസിന്റെ ഫ്രണ്ട് വശം ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. അപ്പോൾ അതായത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നെറ്റിപ്പട്ടം ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ പേര് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ സൈഡിൽ ക്യാഷ് കൗണ്ടർ ആണ്. പിന്നെ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടക്കുകയാണ്. അത് വിശാലമായ സ്റ്റോർ റൂമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ പാട്ടായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തീരില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ച് കാണിക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ 3 ടൈപ്പിൽ ഞാൻ ഉള്ളിൽ നിന്ന് കാണിക്കാം. ഇവിടെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഓരോരോ ബോക്സസ് ഉണ്ട് കേട്ടോ. ഓരോ ക്രാഫ്റ്റിന് വേണ്ട ഐറ്റംസും അതുപോലെ ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എന്ത് ഇവന്റിനുള്ള സംഭവം വേണമെങ്കിലും കിട്ടും. പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡിൽ സ്റ്റുഡൻസിന്റെ ഒരു സൈഡാണ് കേട്ടോ. ഇവിടെ എംബ്രോയിഡറി ഫ്രെയിം, അതുപോലെ സ്റ്റിച്ചിങ്ങിന് വേണ്ട എല്ലാ സംഭവങ്ങളും, ത്രെഡ്, എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ട്. പിന്നെ ഇതേ ഇവിടെയൊക്കെ ഈ ക്രാഫ്റ്റിന്റെ ഐറ്റംസ് തന്നെയാണ് കൂടുതൽ കേട്ടോ. സാറ്റിൻ റിബൺ, ത്രെഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ്. ഓരോന്ന് എണ്ണി പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ തീരില്ല, അത്രയും ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇത് ഫുള്ള് സ്റ്റേഷനറി ആണ് കേട്ടോ. നമ്മുടെ കിഡൂസിന് പറ്റിയിട്ടുള്ള ഐറ്റംസും അങ്ങനത്തെ ഗ്ലൂ, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ഒരു സൈഡില്. ഇവിടെയാണ് നമ്മുടെ കലവറ. ഇത് കേക്കിന്റെ ഒക്കെ പാട്ടാണ് കേട്ടോ. കേക്കിന്റെ ഐറ്റംസ് ഒക്കെ കിട്ടും. ഇത് വുളൻ ത്രെഡാണ് ഈ കാണുന്നത്. നെറ്റിപ്പട്ടത്തിന്റെ ത്രെഡാണ്. ഇവിടെയാണ് നമ്മുടെ
നെറ്റിപ്പട്ടത്തിന്റെ കലവറ. മുൻപ് ഇങ്ങനെ ഒരു സെക്ഷൻ ആയിട്ടില്ലായിരുന്നു കേട്ടോ. ആദ്യം ഇത്ര ഡിമാൻഡ് ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് നെറ്റിപ്പട്ടത്തിന്. ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറെ പേര് ഇതേ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോവാം. ഇതേപോലെ അതല്ലാണ്ടും മെറ്റീരിയൽസ് ഉണ്ട്. ഇതൊക്കെ വൂളൻ ത്രെഡാണ് കേട്ടോ. നമുക്ക് ചുറ്റിനും വെക്കാനുള്ളതില്ലേ, അതാണ്. ഇതൊക്കെ ഇത് ഓൺലൈനിൽ കിട്ടും കേട്ടോ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ ഐറ്റംസും ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. തിടമ്പ്, നെറ്റിപ്പട്ടം, അങ്ങനെ ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ ഞാൻ നമ്പർ കൊടുക്കാം. നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി, അവർ കൊറിയർ അയച്ചു തരും കേട്ടോ. തിടമ്പൊക്കെ മുൻപൊന്നും തിടമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തിടമ്പ് അതുപോലെ നെറ്റിപ്പട്ടത്തിന്റെ തന്നെ ഇങ്ങനെ ചെറിയ ബീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ബീഡ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കുറെ പേര് പറഞ്ഞായിരുന്നു ഒരു നെറ്റിപ്പട്ടത്തിന്റെ ഒരടി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് തരുന്നില്ല, എത്ര വേണമെന്ന് ചോദിച്ചിട്ടാണ് ഷോപ്പിൽ നിന്ന് തരുന്നതാണ്. അപ്പൊ ഞാനതൊരു വേറെ വീഡിയോ ചെയ്യാം, ഒരു അടിയുടെ നെറ്റിപ്പട്ടത്തിന് ഏതൊക്കെ ഐറ്റംസ് വേണം കേട്ടോ. ഇതിൽ ഇപ്പം ഇങ്ങനെ ബീഡ്സ് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അവരെല്ലാം ഇതുപോലുള്ള സെറ്റാണ് തന്നിരുന്നത്. ഇപ്പൊ ചെറിയ ചെറിയ ബീഡ്സ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട് നെറ്റിപ്പട്ടത്തിന്റെ. ഇനി നിങ്ങൾ ചോദിക്കില്ലേ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. നമുക്ക് ഏത് സൈസിന്റെ വേണമെങ്കിലും ഇവിടെ കിട്ടും. കണ്ടോ, ഇഷ്ടം പോലെ കണ്ണ് നിറച്ച് കണ്ടോളൂ കേട്ടോ. ഇവിടെ നെറ്റിപ്പട്ടം മാത്രമല്ല കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ഇതേ വേറൊരു പ്ലേസും കൂടി ഉണ്ട്. ലേസ് ആൻഡ് ബീഡ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇറങ്ങില്ല, നോക്കി നോക്കി നിൽക്കും. ഇവിടെ കുറേ ഇതേ ലഡ്കൺസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് മുഴുവനും ബീഡ്സ് ആണ്. അതുപോലെ ട്യൂബ്സ്, മിററിന്റെ ഒക്കെ ഉണ്ടാവില്ലേ, ഗ്ലാസിന്റെ, അങ്ങനത്തെ ഒക്കെയാണ്. ഇത് അതിൻ്റെ ഉള്ളിൽ ലൈറ്റിംഗ് ഉള്ളതുകൊണ്ടേ ഞാൻ പിന്നെ ഫോണിലാണ് ഇത് വീഡിയോ എടുക്കണം കേട്ടോ. ക്യാമറ എടുത്തില്ല, നമ്മൾ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് ക്യാമറയൊന്നും എടുത്തില്ല, ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര വലിയ ക്ലിയർ ഇല്ല. ഈ കാണുന്നതെല്ലാം പേളുകളാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന ബീഡ്സും ഇതൊക്കെ പേളുകളാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും കിട്ടും, അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പഞ്ചിങ് മെഷീന് വേണ്ടിയിട്ടുള്ള ബീഡ്സ്, അതുപോലെയുള്ള പേൾസ്, ഏത് സൈസും ഏത് കളേഴ്സും ഉണ്ട്. ഇരിക്കുന്നത് മുഴുവൻ അതാണ് കേട്ടോ. ഇത് കുറെ ലഡ്കൺസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് ലെഹങ്കയ്ക്കോ അതുപോലെ ബ്ലൗസിന്റെ ബാക്കിൽ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ കാണുന്നത് മുഴുവനും ലേസ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ നാട്ടില് സത്യം പറഞ്ഞാൽ ഇത്രയും കളക്ഷൻസ് ലേസ് ഞാൻ വേറെ ഒരു ഷോപ്പിലും കണ്ടിട്ടില്ല. തൃശ്ശൂർ എന്തായാലും ഈ ഒരു ഫെജി തന്നെ ഉള്ളൂ. പിന്നെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എറണാകുളത്തൊക്കെ പോയിട്ട് ബ്രോഡ്വേയിലൊക്കെ പോകണം ഇത്രയും കളക്ഷൻസ് കാണണമെങ്കിൽ കേട്ടോ. ഡ്രസ്സിൽ ലേസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിറച്ച് എനിക്ക് കളറുകൾ ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്നുണ്ട്, പക്ഷെ മൊബൈലിൽ അത്ര ക്ലിയർ ആവുന്നില്ല. പിന്നെ ആ ഷോപ്പിന്റെ ഉള്ളിൽ ഒരു വേറെ ലൈറ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്നവർ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങില്ല, അതേപോലെ അത്ര കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളില്. ഇവിടെയൊക്കെ നോർത്തിൽ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കാണാം കേട്ടോ. പക്ഷെ നാട്ടിൽ ഇങ്ങനെ ലേസ് ഷോപ്പിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഫെജിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ഫുള്ള് ലേസുകളാണ് കേട്ടോ. ഏത് കളറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും വന്ന് നോക്കിയാൽ മതി. ഹോൾസെയിലായിട്ടൊന്നും അല്ല കേട്ടോ കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹോൾസെയിലായിട്ട് കിട്ടുള്ളൂ എന്ന്. അങ്ങനെയല്ല, റീറ്റെയിലായിട്ടും കിട്ടുന്നതാണ് കേട്ടോ. എന്ത് രസമല്ലേ, നിറയെ ലേസ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ലേസ് ഉണ്ട്. ഇത് ഓൺലൈനിൽ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. ഇതെനിക്ക് അറിയില്ല, ലേസ് ഓൺലൈനിൽ കൊടുക്കുമെന്നുള്ളത് അറിയില്ല. നമുക്ക് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇത് ഓൺലൈനിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നെറ്റിപ്പട്ടം, അങ്ങനെ ബാസ്ക്കറ്റ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഓൺലൈനിലുണ്ട്. ഏത് വെറൈറ്റി വേണമെങ്കിലും ഉണ്ട് കേട്ടോ. കണ്ടോ കളേഴ്സ് ഒക്കെ കണ്ടോ. കളേഴ്സ് നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആവുന്നില്ല തോന്നുന്നു, അത്രയും ക്ലാരിറ്റി തോന്നുന്നില്ല മൊബൈലിൽ കൂടെ കാണുമ്പോൾ. പക്ഷെ നല്ല അടിപൊളി കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് കളർ വേണമെങ്കിലും പ്ലെയിൻ സാരിയുടെ കൂടെ ബോർഡർ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലേസുകളൊക്കെ, അടിപൊളി ലേസുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡിസൈനർ സാരി ഒക്കെ ചെയ്യാം. അപ്പൊ ലേസിന്റെയും ബീഡ്സിന്റെയും സെക്ഷൻ കഴിഞ്ഞ് നമുക്ക് മുകളിലൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു മുകളിൽ ഇങ്ങനെ സെക്ഷൻ ഉണ്ടെന്ന്. അപ്പൊ ഈ ചേച്ചിയാണ് പറഞ്ഞ മുകളിൽ കുറെ കാണാനുണ്ടെന്ന്. ഞാനിതുവരെ മുകളിലേക്ക് കയറിയിട്ടില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ താഴെ തന്നെയാണ് മേടിക്കാറ്. അപ്പൊ മുകളിൽ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഇവന്റ് ചെയ്യാനായിട്ടുള്ള ഡെക്കറേഷൻസ് പീസസ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. ബർത്ത്ഡേ ആയാലും ബാപ്റ്റിസം ആയാലും, അതുപോലെ ബാപ്റ്റിസം ബാസ്ക്കറ്റ്, അതുപോലെ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ല ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ
ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ ബാസ്ക്കറ്റ് തപ്പുമായിരുന്നു. ബാസ്കറ്റും ബാസ്ക്കറ്റൊക്കെ നല്ല വലിയ സൈസിനുള്ളത് തന്നെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ 100 രൂപ മുതലുള്ള ബാസ്ക്കറ്റുകളുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷൻ ആയാലും ബേബി ഷവർ ആയാലും ബാപ്റ്റിസ് ആയാലും എന്തിനു വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതും ഒത്തിരി പ്രൈസ് ഒന്നുമില്ല. ഞാൻ വേറെ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ പോയിട്ട് നോക്കുമ്പോൾ നല്ല റേറ്റ് ആണ് പറയുന്നത്. കളക്ഷൻസും കുറവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കളക്ഷൻ ഒത്തിരി ഉണ്ട്, അതുപോലെ അത്ര അങ്ങോട്ട് റേറ്റും ഇല്ല. അപ്പൊ ഇതുപോലെ ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാണ്, നെറ്റിപ്പട്ട മെറ്റീരിയൽസ് ഒക്കെ ഓൺലൈനായിട്ട് കിട്ടും. ഞാൻ നമ്പർ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് കൊറിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.